നിങ്ങളൊരു മോശപ്പെട്ട മനുഷ്യനാണ്, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് എൻ്റെ സൗഹൃദം നൽകിയത് വലിയ മഹത്വമായിട്ട് നിങ്ങൾ കരുതിക്കോണം. കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോങ്ങൻ്റെ വെളിപാടുണ്ടായി. ചില കാര്യങ്ങൾ എൻ്റെ സഹജീവികളോട്, സമാന മനസ്കരോട്, അല്ലെങ്കിൽ പോങ്ങന്മാർ എന്ന് കാണാവുന്ന വ്യക്തികളോട് ഒന്ന് പങ്കിടേണ്ടതുണ്ട് എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. ഇത് പോങ്ങന്റെ വെറും ഒരു കാപ്പിത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ കാണാം. എന്തായാലും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിൽ പറയാം. എണ്ണത്തിൽ അത്ര അധികമൊന്നും ഇല്ലെങ്കിൽ പോലും സ്വന്തമായി ഏതാനും അഭ്യുദയാകാംക്ഷികൾ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പോങ്ങൻ. അങ്ങനെ അഭ്യുദയാകാംക്ഷിത്വം സൂക്ഷിക്കുന്ന ചില സുഹൃത്തുക്കൾ പലപ്പോഴായി എന്നോട് പറയാറുള്ള കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്നെ ഉപദേശ രൂപേണ സമീപിക്കാറുള്ള, അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടുകൂടി എൻ്റെ അടുത്തേക്ക് എത്തിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. പോങ്ങൻ എന്തിനാണ് ഇങ്ങനെ ആളുകളെ വെറുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ വിരോധം എന്തുകൊണ്ടാണ് പോങ്ങൻ ഇങ്ങനെ സമ്പാദിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെയെങ്കിലും വെറുപ്പിക്കണമെന്നോ അവരുടെ വിരോധം സമ്പാദിക്കണമെന്നോ ഉള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഞാനൊന്നും ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. എൻ്റെ പ്രവൃത്തിയോ എൻ്റെ പെരുമാറ്റമോ എൻ്റെ സംസാരമോ അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് മറ്റുള്ളവരുടെ വെറുപ്പും അവരുടെ വിരോധവും അവരുടെ ശത്രുതയും ഒക്കെ എന്നെ തേടി വരുന്നു എന്നുള്ളതല്ലാതെ ഞാനിത് സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല ഞാനൊന്നും ചെയ്യുന്നതും പറയുന്നതും. ഇതിപ്പോൾ പറയാനുണ്ടായിട്ടുള്ള കാര്യം, കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായിട്ട് ഈ അഭ്യുദയാകാംക്ഷിത്വമുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഒരു 4-5 പേർ എന്നോട് ചോദിച്ച ഒരേ ചോദ്യമുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ: എന്തുകൊണ്ടാണ് നീ ഈ ശ്രീജിത്ത് പണിക്കരെയും അതുപോലെ സുരേന്ദ്രനെയും ഒക്കെ ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരെ എന്ന് തോന്നുന്ന പോലെ എന്തുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഞാൻ അവർക്ക് കൊടുക്കേണ്ട മറുപടി അവരോട് തന്നെ പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, എൻ്റെ നമ്പർ ഇല്ലാത്തത് കൊണ്ടോ വ്യക്തിപരമായി എന്നോട് ഒരു സൗഹൃദം സൂക്ഷിക്കാത്തത് കൊണ്ടോ മാത്രം എൻ്റെ അടുത്ത് ഈ ചോദ്യം എത്തിക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് ആളുകൾ കണ്ടേക്കാം. അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു മറുപടി നൽകേണ്ട ഒരു ബാധ്യത, ചുമതല എൻ്റെ ഭാഗത്തുണ്ട് എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. വാസ്തവത്തിൽ ശ്രീജിത്ത് പണിക്കരെയോ സുരേന്ദ്രനെയോ ബോധപൂർവം വിമർശിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാം, ഏതൊരു യൂട്യൂബ് ചാനലിനും വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള സംഘടിത ബുദ്ധിയുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിൻ്റെ പിന്തുണ നമുക്ക് നേടണം. അങ്ങനെ ഉണ്ടെങ്കിൽ വിജയം വളരെ ലളിതമാണ്, വിജയം ഉറപ്പിക്കാം. ഇത് പൊതുവായ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ചാനലാണ്. കേരളത്തിലെ ഏറ്റവും സംഘടിത ശക്തി എന്ന് പറയുന്നത് കമ്മികളും സുഡാപ്പികളും എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ ഈ പറയുന്ന തീവ്രമത മൗലികവാദ ചിന്തയുള്ള മനുഷ്യരുമാണ്. ഈ 2 കൂട്ടരുടെയും വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരം ആരംഭിച്ചത് തന്നെ. എൻ്റെ കച്ചവട ബുദ്ധി നല്ലതായിരുന്നുവെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അവരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ നാവിനെ തെളിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ മെച്ചം സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലായാലും കാഴ്ചകളുടെ കാര്യത്തിലായാലും ധനത്തിൻ്റെ കാര്യത്തിലായാലും എനിക്കുണ്ടാകുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ സംഘികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് യാതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സംഘി എന്നുള്ള വിളി ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴൊന്നുമല്ല, നാളുകൾക്ക് മുന്നേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആര് സംഘി എന്ന് വിളിച്ചാലും എന്തോ എന്ന് തന്നെയാണ് ഞാൻ അതിനോട്, ആ വിളിയോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും ഞാൻ സംഘിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കമ്മിയോ കൊങ്ങിയോ സംഘിയോ ഒന്നുമല്ല. ഇപ്പോൾ ഞാനൊരു പോങ്ങൻ മാത്രമാണ്. എങ്കിൽ പോലും സംഘി എന്നാരെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ എന്തോ എന്ന് തന്നെ വിളി കേൾക്കൂ. എന്നെ ഒരാൾ കൊങ്ങി എന്ന് വിളിച്ചാൽ ഞാൻ എന്തോ എന്ന് തന്നെ വിളി കേൾക്കൂ. എന്നെ ഒരാൾ കമ്മി എന്ന് വിളിച്ചാൽ ഞാൻ എന്തോ എന്ന് തന്നെ വിളി കേൾക്കൂ. എന്നെ ഒരാൾ സുഡാപ്പി എന്ന് വിളിച്ചാൽ ഇല്ല, സുഡാപ്പി എന്ന് വിളിക്കില്ല. അപ്പോൾ അങ്ങനെ എന്നെ എന്ത് വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിനോടൊക്കെ തന്നെ ഞാൻ ഒരു സഹജീവി എന്ന നിലയിൽ എന്തോ എന്ന് തന്നെ ആയിരിക്കും പ്രതികരിക്കുക. എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും ഞാൻ എന്താണ് എന്നുള്ളത് ആദ്യം അറിയേണ്ടത്, തിരിച്ചറിയേണ്ടത് ഞാനാണ്. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ നാവടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാവടിച്ചിട്ടില്ല. ഞാൻ അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ഇവിടെ കാഴ്ചകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി എനിക്ക് ആരുടെയെങ്കിലും പിന്തുണയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രോത്സാഹനമോ ഉണ്ടോ എന്നുള്ള കാര്യം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സംഘികളുടെ പിന്തുണ ലഭിക്കുന്ന ഒരാൾക്ക് ഒരു വീഡിയോ ഇട്ടാൽ ഒരു ദിവസം കൊണ്ട് 10,000-ഓ 18,000-ഓ 20,000-ഓ മാത്രം കാഴ്ചകളെ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. കമ്മികളെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചകൾ ലക്ഷങ്ങൾക്ക് മേളിൽ പോകും. സംഘികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പോയാലും തീർച്ചയായിട്ടും അത് ലക്ഷങ്ങൾക്ക് അടുത്തെങ്കിലും എത്തും കാഴ്ചകൾ. അതുപോലെ കോൺഗ്രസ്സുകാരെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ ചെയ്തു കഴിഞ്ഞാലും അവരിലും അവരുടേതായിട്ടുള്ള ഒരു പ്രോത്സാഹനവും ഒക്കെ എനിക്ക് ലഭിക്കും. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല.
ശ്രീ ഷാജൻ സ്കറിയ പോങ്ങനെ പരാമർശിക്കുന്ന രീതിയിൽ 2 വീഡിയോ ചെയ്ത സമയത്ത് വളരെ വലിയ ഒരു കുത്തൊഴുക്ക് നമ്മളുടെ സബ്സ്ക്രിപ്ഷനിലും കാഴ്ചകളിലും ഒക്കെ സംഭവിച്ചു. വന്നവരെ നിലനിർത്താൻ വേണ്ടുന്ന പ്രവർത്തനം പോലും ഞാൻ എന്റെ ഭാഗത്തു നിന്ന് കാഴ്ചവെക്കാത്ത ഒരാളാണ്. കിട്ടിയ അവസരത്തെ എനിക്ക് വേണമെങ്കിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അത് ഞാൻ ഉപയോഗിക്കാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ എനിക്ക് എന്റെ ചിന്താഗതികളെ കുറേയൊക്കെ മറക്കുകയോ അല്ലെങ്കിൽ എന്റെ ചിന്തകളിൽ അല്ലെങ്കിൽ എന്റെ ആലോചനകളിൽ, എന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ എന്റെ ആ ഒരു കാഴ്ചപ്പാടുകളിൽ ഞാൻ കുറച്ച് വെള്ളം ചേർക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എനിക്ക് വരും. ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പീഡിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എന്നെ തീർച്ചയായിട്ടും വേദനിപ്പിച്ചു എന്ന് തന്നെയാണ്. ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ വിരോധത്തെ എനിക്ക് പേറേണ്ടി വരുന്നത്. എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് എന്റെ സ്വാർത്ഥത കൊണ്ടല്ല. ഞാൻ ധനസമാഹരണം നടത്തിക്കൊണ്ടല്ല ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പ്രിയം പിടിച്ചു പറ്റിക്കൊണ്ടല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരികളെയും എൻ്റെ ബോധ്യങ്ങളെയും സധൈര്യം പറയാനുള്ള ഒരു ബുദ്ധിയും മനസ്സും അതിനുള്ള ഒരു ആർജവും ഒക്കെ ഞാൻ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ചെയ്യുന്നത് വഴിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യസന്ധനായിട്ട് എന്നോട് തന്നെ എനിക്ക് സത്യസന്ധനായിട്ട് നിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ എനിക്ക് ഈ സമൂഹത്തോടും സത്യസന്ധത പുലർത്താൻ സാധിക്കും. എനിക്കൊരു സംഘടിത ശക്തിയുടെയും പിൻബലമില്ല. എൻ്റെ കാഴ്ച സമൂഹം എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള ആളുകളെ ഉള്ളൂ. അത് ഈ സഹപോകന്മാർ എന്ന് കാണാവുന്ന ആളുകൾ മാത്രമാണ്. പ്രത്യേകിച്ച് അവരൊരു ശരിബോധമുള്ള വ്യക്തികളാണ്, സ്വതന്ത്ര ചിന്തയുള്ള ആളുകളാണ്. അവരുടെ മാത്രം പ്രീതിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു 20,000 പേരുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ 20,000 പേരുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇല്ല, ഒരു 18,000 ഒക്കെ ഉള്ളൂ. 10-നും 18-നും ഇടയിൽ പോങ്ങന്മാർ കണ്ടേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു വലിയ സംഖ്യയാണ്, ചെറിയ കാര്യമല്ല. ഈ പ്രബുദ്ധ കേരളത്തിൽ ഒരു 18,000 പേർ പോങ്ങന്മാരായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. വളരെ സന്തോഷവാനാണ് ഞാൻ അക്കാര്യത്തിൽ. ഇനി ഞാൻ പറയാം, ശ്രീജിത്ത് പണിക്കരെ അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ആ വിഷയത്തിൽ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുടെ ഭാഗത്തും പിഴവ് സംഭവിച്ചു എന്നുള്ള എൻ്റെ തോന്നൽ കൊണ്ടാണെന്ന് പറഞ്ഞത്. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളോട് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ പ്രമുഖരെന്ന് സമൂഹം അടയാളപ്പെടുന്ന വ്യക്തികളോട് അവരോടൊക്കെ ഓരോ തരത്തിലും ഓരോ വിഷയത്തിലും നമുക്ക് ഓരോ തരത്തിലുള്ള സമീപനം അല്ലെങ്കിൽ അവരോടുള്ള അനുകൂലമോ പ്രതികൂലമോ ആകുന്ന ഓരോ അഭിപ്രായങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ടു വരും. അങ്ങനെ രൂപീകരിക്കപ്പെട്ടു വരുന്ന ആ അഭിപ്രായങ്ങൾ നമ്മൾ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി സമൂഹ മധ്യത്തിലേക്ക് പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമോ ഒരാളോട് വിരോധമുള്ളത് കൊണ്ടോ വെറുപ്പുള്ളത് കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. അങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്നതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് വെറുപ്പ് പേറേണ്ടി വരികയാണ് എന്നുള്ളതെങ്കിൽ അതിന്റെ ഫലം അതാണ് എന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കാനും എനിക്ക് യാതൊരുവിധ മടിയുമില്ല. പറഞ്ഞു വന്നത് ഇതാണ്. സുരേന്ദ്രൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. സുരേന്ദ്രനാണ് അത് തുടങ്ങി വെച്ചത്. അദ്ദേഹം കള്ളപ്പണിക്കർ എന്ന് വിളിച്ചതിനകത്ത് യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തെയും ആ ഒരു വിഷയത്തിൽ വിമർശന ബുദ്ധിയോടുകൂടിയാണ് സമീപിച്ചത്. അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ പരസ്യമായി അദ്ദേഹത്തെ ഉള്ളിയുടെ പടവും ഇട്ടുകൊണ്ട് ചിത്രരൂപത്തിൽ ഉള്ളി സുര എന്ന് അദ്ദേഹം വിളിക്കുകയും ചെയ്തതിനകത്ത് ഒരു അഭംഗിയുണ്ട് എന്ന് പോങ്ങൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണ, കനിവ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ആർക്കാണ് ആദ്യം വേണ്ടതെന്നറിയാവോ? അല്ലെങ്കിൽ ആരാണ് ആദ്യം പ്രകടിപ്പിക്കേണ്ടതെന്നറിയാവോ? കരുത്തുള്ളവരാണ്. കരുത്തുള്ള മനുഷ്യരാണ് കനിവുള്ളവരാകേണ്ടത്. സുരേന്ദ്രനേക്കാൾ ഭാഷാ സ്വാധീനവും സുരേന്ദ്രനേക്കാൾ കൂടുതൽ വൈജ്ഞാനിക സമ്പാദ്യവും കൈവശമുള്ള ഒരാൾ ശ്രീജിത്ത് പണിക്കരാണെന്നുള്ള ഒരു പൊതുബോധം സമൂഹത്തിലുണ്ട്. ശ്രീജിത്ത് പണിക്കർക്കും അതറിയാം. നല്ല മണ്ഡബലമുള്ള ആളാണ് താനെന്നുള്ളത് ശ്രീജിത്ത് പണിക്കർക്കും അറിയാം. അപ്പോൾ ശ്രീജിത്ത് പണിക്കരെ അദ്ദേഹത്തെക്കാൾ ഒരു ദുർബല ബുദ്ധനായിട്ടുള്ള ഒരാൾ വിമർശിക്കാൻ ചെന്നാൽ അദ്ദേഹത്തോട് കനിവോടുകൂടി അദ്ദേഹത്തോട് കരുണയോടുകൂടി വേണം പ്രതികരിക്കാൻ. അതാണ് മനുഷ്യത്വം. അതാണ് ഞാൻ പറയുന്നത്. നമ്മളെക്കാൾ ദുർബലരായിട്ടുള്ള ഒരാൾ നമ്മളോട് പോരടിക്കാൻ വരികയോ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തോട് നടത്തേണ്ട പ്രതികരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് കരുണയോടുകൂടി തന്നെ ആവണം. ഹിംസയാവരുത് ആ പ്രതികരണം. പിന്നെ മൂന്നാമത്തേതാണെങ്കിൽ പോലും അത് വളരെ പ്രധാനപ്പെട്ട, ഞാനത് പറയാതിരുന്ന കാര്യമാണ്. പക്ഷേ അതുകൂടി ഞാൻ എൻ്റെ അഭ്യുദയകാംക്ഷികൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട ഒരു പ്രയോഗം. ആശയമേ ഉള്ളൂ, കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വരികളല്ല പറയുന്നത് അല്ലെങ്കിൽ വാക്കുകളല്ല പറയുന്നത്. അതിൻ്റെ ആശയം ഇതാണ്. അതായത് ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ, ഞാനൊരു കള്ളനോ കൊള്ളരുതാത്തവനോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സീറ്റും പദവിയും ഒക്കെ നൽകി എന്തുകൊണ്ടാണ് എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് എനിക്കൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചതല്ല. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുശുമ്പോ അസൂയോ കൊണ്ടാണ് ഇവനിത് പറയുന്നതെന്ന് അങ്ങനെ തോന്നരുത്. അതവിടെ നൽകട്ടെ. അതുകൊണ്ട് അസൂയ കുശുമ്പോ ഒന്നുമല്ല. കാരണം ഞങ്ങൾക്കിടയിൽ മത്സരബുദ്ധിയുടെ ആവശ്യവുമില്ല.
മാത്രമല്ല സമാന ബുദ്ധിയുള്ള ആളുകൾ തമ്മിലാണ് മത്സരിക്കേണ്ടത്. ഞാൻ പണിക്കരെ പോലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനല്ല, ഞാനൊരു പോങ്ങനാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കിടയിൽ മത്സരത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല, അതുകൊണ്ട് തന്നെ അസൂയയ്ക്കും സ്ഥാനമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ സുഹൃത്തായിട്ടിരിക്കുകയാണെന്ന് കൂട്ടുക, നമുക്കിടയിൽ ഒരു നല്ല ശക്തമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സ് തുറന്ന് എന്നോട് കുറേ കാര്യങ്ങൾ പറയും, അതല്ലെങ്കിൽ നിങ്ങളുടെ കുറേ രഹസ്യങ്ങൾ എൻ്റെ കൈവശം എത്തും. നാളെ നിങ്ങളും ഞാനുമായിട്ട് ഉടക്കുണ്ടാവുന്നു, പിണങ്ങുന്നു. തീർച്ചയായിട്ടും സൗഹൃദത്തിലിരുന്ന സമയത്ത് നമുക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തിബന്ധങ്ങളെയും ഞാൻ അവിടെ പൂട്ടിവെക്കും, പിന്നെ പുറത്തെടുക്കില്ല. നല്ല ഓർമ്മകളോടുകൂടി ആ നല്ല സ്മരണകളെയും നിങ്ങളുടെ എന്ത് തരത്തിലുള്ള കുഴപ്പങ്ങളെയും ഒക്കെ തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു സമ്പത്തായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുകയുള്ളൂ. ഒരിക്കൽ പോലും ഞാനത് പൊതുസമൂഹത്തിലേക്ക് വലിച്ചിടില്ല. നിങ്ങളൊരു മോശപ്പെട്ട മനുഷ്യനാണ്, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഞാൻ നിങ്ങൾക്ക് എൻ്റെ സൗഹൃദം നൽകിയത് വലിയ മഹത്വമായിട്ട് നിങ്ങൾ കരുതിക്കോണം എന്നൊക്കെ പറയാൻ മാത്രം അല്പനല്ല ഞാൻ. അതായത് എൻ്റെ സുഹൃത്തായിട്ടിരിക്കുന്ന ഏതൊരാൾക്കും ഏത് നിമിഷവും എന്നോട് സധൈര്യം പിണങ്ങാം, എന്നെ വെല്ലുവിളിക്കാം, എന്നെ പ്രകോപിപ്പിക്കാം. നിങ്ങളുടെ ഒരു രഹസ്യവും നിങ്ങളെ മോശക്കാരനാക്കുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഒരുമിച്ച് നിലകൊള്ളുന്ന ആ നിമിഷത്തെ സന്തോഷത്തെയും ആ സ്നേഹത്തെയും ആ സാഹോദര്യ ബുദ്ധിയെയും ആ സൗഹൃദത്തെയും ഒക്കെ അങ്ങേയറ്റം മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായി ഇപ്പോൾ നിലവിൽ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതയോടും വിരോധത്തോടും അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടും എനിക്ക് ആദരവുണ്ട്. അതിനെയും ഞാൻ ആദര ബുദ്ധിയോടുകൂടി തന്നെയാണ് സമീപിക്കുന്നത്. അത്തരമൊരു സ്വഭാവമുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ ആ പ്രയോഗം നടത്തിയത് അഭംഗിയുള്ള ഒരു പ്രയോഗമായി എനിക്ക് തോന്നിയത്. അതായത്, നിങ്ങൾ എന്നെ ക്ഷണിച്ചില്ലേ, നിങ്ങൾ എനിക്ക് പദവിയും സീറ്റുമൊക്കെ വാഗ്ദാനം ചെയ്തില്ലേ എന്ന് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു എന്നുള്ളിടത്ത് എനിക്ക് അതൊരു വിഷമമായിട്ട് തോന്നി. അത് ശരിയല്ല. ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ഉന്നത സ്ഥാനീയരായിട്ടുള്ള, സാമൂഹ്യ മൂല്യത്തിന്റെ കാര്യത്തിലാണ് ഉന്നത സ്ഥാനീയർ എന്ന് ഞാൻ പറഞ്ഞത്, സൈദ്ധാന്തികമായും സാമൂഹ്യ മൂല്യത്തിന്റെ കാര്യത്തിലും ഉയർന്നു നിൽക്കുന്ന ഉന്നത സ്ഥാനീയരായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരെ പോലുള്ള മനുഷ്യരൊന്നും അത്രയും ദുർബലരാവരുത്, അത്രയും അല്പരാവരുത്. എത്രത്തോളം നമ്മൾ വളരുന്നോ അത്രത്തോളം നമ്മൾ ഇളതാവണം. നമ്മളുടെ അഹമ്മദിയുടെ കാര്യത്തിൽ നമ്മൾ ഇളതാവണം. സാമൂഹ്യ മൂല്യം നമുക്ക് ഉയരുമ്പോൾ, സമൂഹം നമുക്കൊരു സ്ഥാനം നൽകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഹങ്കരിക്കാനുള്ള യാതൊന്നുമില്ല. പോങ്ങൻ അഹങ്കരിക്കാം, കാരണം പോങ്ങൻ സമൂഹത്തിൽ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ ആവാം, കാരണം ഞാനൊരു വ്യക്തി മാത്രമാണ്, ഒരു പ്രസ്ഥാനമൊന്നുമല്ല. ശ്രീജിത്ത് പണിക്കർ ഇന്ന് ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് വിനയവും സദ്ബുദ്ധിയൊന്നും വേണമെന്നൊന്നും ഞാൻ പറയില്ല. അത് അഭിനയിക്കാനുള്ള ഒരു മനസ്സെങ്കിലും, അതിനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിക്കണം. കാരണം സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർക്ക് മാതൃകയാവേണ്ടത്, വരും തലമുറയ്ക്ക് മാതൃകയാവേണ്ടത് ഈ നിലയിലൊക്കെയാണ്. നമ്മൾ കുറച്ചുകൂടി പാകത കാണിക്കണം, പ്രതികരണ പാകത നമുക്കുണ്ടാവണം, സഹിഷ്ണു ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം. നമ്മളെക്കാൾ ദുർബലരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ പൂച്ച മുഴപ്പിക്കരുത്. ഇങ്ങനെ പൂച്ച മുഴപ്പിക്കുന്ന പരിപാടി അതൊന്നും നല്ലതല്ല. തീർച്ചയായിട്ടും കുറച്ചുകൂടി പാകത നിങ്ങളെല്ലാവരും കാണിക്കുന്നതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ കേരളത്തിൽ BJPയുടെ ഒരു പ്രസക്തിക്കായാലും നല്ലത്. അതേപോലെ തന്നെ BJP എപ്പോഴും ഞാൻ ഈ പറയുന്ന ഈ വർഗീയത, അമ്പലം, ദൈവം, അതിൽ നിന്ന് വിട്ടുകൊണ്ട് BJP ഉയർത്തിപ്പിടിക്കേണ്ടത് ദേശീയതയാണ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഞാൻ നല്ല ദേശീയ ബോധമുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെയുള്ള എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഭഗവാൻ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ ഒന്നും ഉപകരണമല്ല. അത് സാധുക്കളായിട്ടുള്ള സാധാരണ മനുഷ്യരുടേതായിട്ടുള്ള അവരുടെ ആവശ്യമാണ്, അവരുടെ അത്താണിയാണ്. നിങ്ങളൊക്കെ കുറച്ചുകൂടി വൈകാരിക പാകതയും പ്രതികരണ അച്ചടക്കവും ഒക്കെ തീർച്ചയായിട്ടും കാണിക്കണം എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തിണ്ണയിൽ നിന്ന് തുണിപ്പൊക്കിയാൽ തീർച്ചയായിട്ടും തിണ്ണയിൽ വന്നു വേണം നിങ്ങൾ തുണിപ്പൊക്കിയത് നല്ലതോ ചീത്തയോ എന്ന് അതിനോടുള്ള പ്രതികരണം ആരും നടത്തേണ്ടത്, അല്ലാതെ പിൻവാതിലിലൂടെ ചെന്നല്ല. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് സ്നേഹ ബഹുമാനങ്ങൾ മാത്രമേ ഉള്ളൂ, സാഹോദര്യ ബുദ്ധി മാത്രമേ ഉള്ളൂ,
സുരേന്ദ്രനോട് വിയോജിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നേതാവ് എന്ന നിലയിൽ, കാരണം എത്രയോ കാലമായി നിങ്ങൾ ഈ മണ്ണിൽ കിടന്ന് പണിയെടുത്ത് വരുന്ന ഒരാളാണ്, നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു നേതാവല്ല. അതിൻ്റെ ബഹുമാനം എനിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ഉണ്ട്. തിരുത്തേണ്ട ഒരുപാട് സംഗതികൾ സുരേന്ദ്രൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ള ഒരു ബോധ്യവും എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് ഞാനല്ല, ഒരു പോങ്ങനല്ല പറഞ്ഞു തരേണ്ടത്, നിങ്ങളുടെ സംഘി ബന്ധുക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും അത് പറഞ്ഞു തരേണ്ടത്. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ബുദ്ധി കാണിക്കണം. നിങ്ങൾക്ക് ഇത്രയും പ്രായമായി, നിങ്ങൾക്ക് കാഴ്ചയിൽ ചെറുപ്പമുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മൂപ്പൊക്കെ എത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കുറച്ചുകൂടി ഒരു സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് കുറേ കൂടി സാമൂഹ്യ പ്രസക്തിയോടുകൂടി, സാമൂഹ്യ ബുദ്ധിയോടുകൂടി, പൗരബോധത്തോടുകൂടി തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും സാധിക്കണം എന്ന് പറയുന്ന ഒരു എളിയ അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം, അല്ലെങ്കിൽ പോങ്ങൻ്റെ ഈ കാപ്യത്തരങ്ങൾ ആറിപ്പോയി എങ്കിൽ പോലും ഈ കാപ്പിത്തരങ്ങൾ പോങ്ങൻ ഇവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് ആരും എന്നോട് മുഷിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാണുന്നോ കാണാതിരിക്കുന്നോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് സംസാരിക്കാനുള്ള ആവേശവും എനിക്കിങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സും അത് ഉണ്ടായി വരട്ടെ. നിങ്ങൾ കാണുന്നുവെങ്കിൽ വളരെ സന്തോഷം, കാണാതിരിക്കുന്നുവെങ്കിൽ അതും സന്തോഷക്കേടൊന്നും നൽകുന്ന കാര്യമല്ല. എന്തായാലും ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നാവാട്ടമാണ് ഇപ്പോൾ നിലവിലുള്ള എൻ്റെ ജോലി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെന്താണ് അതിൻ്റെ ഫലം എന്നുള്ളതോ അത് ഞാൻ അനുഭവിച്ചോളാം. വളരെ സന്തോഷം. എൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും, സഹപോങ്ങന്മാരോടും, സഹജീവികളോടും, എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടും, എന്നെ വെറുക്കുന്ന ധാരാളം പേർ ഉണ്ടെന്നറിയാം, നിങ്ങളോടും ഒക്കെ എനിക്കുള്ളത് സ്നേഹം മാത്രമാണ്. എല്ലാവരും നന്നായിരിക്കട്ടെ. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. നന്മകൾ, സന്തോഷം.